ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാം. നമുക്ക് അവൻ്റെ ഇഷ്ടത്തോടും താല്പര്യങ്ങളോടും എല്ലാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അങ്ങനെ ഐക്യപ്പെടാൻ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തോടും ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങളോടും ഐക്യപ്പെടുത്തി കഴിയുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്ക് നമുക്ക് പറയാൻ പറ്റും. എന്താണെന്നറിയാവോ? എനിക്കുണ്ടായിരുന്ന നേട്ടങ്ങളെയെല്ലാം ഞാൻ എന്താക്കി മാറ്റി? ഉച്ഛിഷ്ടം പോലെ. നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ താല്പര്യങ്ങളെയൊക്കെ കാണുന്നതിന് നമുക്കിങ്ങനെ ഒരു ഉച്ഛിഷ്ടം പോലെ, തിന്നതിൻ്റെ വേസ്റ്റ് പോലെ. ഒരു ദിവസം കഴിഞ്ഞ വേസ്റ്റ് ആണെങ്കിലോ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നാത്തവരാണ് അതിനുവേണ്ടി ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ, ഈ കർണത്തടിച്ച ഈ കർണം കാണിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ വേസ്റ്റാണെന്ന് മനസ്സിലായത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇതൊന്നുമല്ല നമ്മുടെ രാജ്യം, അല്ലേ? നമുക്ക് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്, അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിവിടെ പരദേശികളാണ്, പരദേശികൾ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നിങ്ങൾ ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് വന്നു. നിങ്ങൾ അരകല്ലും അമ്മിക്കല്ലും മിക്സിയും ബെഡും കട്ടിലൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ എന്താ കൊണ്ടാണ് വന്നേ? നിങ്ങളുടെ അത്യാവശ്യം ഇവിടെ 3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്താണ് നമ്മൾ പോകുന്നത്. പല്ലേക്കാളുള്ള ബ്രഷ് മറന്നുപോയവരുണ്ട്, മറന്നു പോകാത്തവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വേസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, എന്തേലും ആട്ടെ. നമ്മൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അല്ലാതെ നമ്മുടെ വീട്ടിലെ ജന്മ വസ്തുക്കളും ആധാരവും പട്ടയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നേ? അല്ല. കാരണം നമുക്കറിയാം, ഇവിടെ അല്ല ഞാൻ ഇനി, ഇതുപോലെ തന്നെയാണ് നമ്മൾ. ഈ ഭൂമിയിലല്ല നമ്മുടെ ദേശം. പൗലോസ്ലീഹ പറയും, വരാനിരിക്കുന്ന നഗരത്തെയാണല്ലോ ഞങ്ങൾ നോക്കി പാർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് കിട്ടിയാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ജീവിതം പരമ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ തിരിച്ചറിവ് കിട്ടാത്തവനുണ്ടല്ലോ, ഈ ക്രിസ്തീയ ജീവിതം ഒരു ഭാരമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം ഭാരമാണ്, അവർക്കെല്ലാം ഭാരം. പക്ഷേ ഈ തിരിച്ചറിവ് കിട്ടിയാൽ, ഏത് തിരിച്ചറിവ്? എൻ്റെ ദേശം ഇവിടെ അല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിത പങ്കാളി, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലപോലെ പരിചയമുള്ള ജോയിക്കുട്ടി ബ്രദർ, അറിയത്തില്ലേ? മരിച്ചുപോയി, കൊറോണ വന്ന് അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് തീർത്താൻ മേലാത്ത സങ്കടമാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ അച്ഛന്മാർ ജോയിച്ചേണ്ട ജീവനെ കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം രൂപയാണ് മുടക്കിയത് നിങ്ങൾക്കറിയോ? എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം ഒക്കെ ഞങ്ങൾ മുടക്കി ആളെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ആൾ മരിച്ചുപോയി. എനിക്ക് തീരാത്ത സങ്കടമായി. എൻ്റെ ജോയിച്ചേട്ടൻ എന്നോട് പറയുമായിരുന്നു, ആശുപത്രി പോയപ്പോഴാണേലും അതിന് മുമ്പൊക്കെ ആണേലും, മാഗി, മരണം എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല, ആരെ സംബന്ധിച്ച്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകലാണ് മരണം. പ്രൈസ് ദി ലോർഡ്. ഭൂമി എന്ന ഈ മുറിയിൽ നിന്ന് സ്വർഗം എന്ന അടുത്ത മുറിയിലേക്ക് ഒന്ന് മാറിക്കിടക്കുക. അതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരണം. ഇതങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മുറിയിൽ ആരുണ്ട്? ഈ മുറിയിൽ ഞാനുണ്ട്, ആ മുറിയിൽ എൻ്റെ ഭർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളത് മനസ്സിലാക്കിയാൽ
ഇവിടെ എങ്ങനെ പോയാലും ഒരു 100 കൊല്ലം വേണമെങ്കിൽ വലിച്ച് നീട്ടി ഡയപ്പർ കെട്ടി മറ്റേ ഈ കറണ്ടിൻ്റെ ബെഡേ കിടന്നല്ലേ വെള്ളത്തിൻ്റെ വാട്ടർ ബെട്ടലിലൊക്കെ കിടന്ന് അങ്ങനെ ഹോം നേഴ്സുമാർ അവിടെ മൂക്കിലൂടെ ഭക്ഷണമൊക്കെ ഇങ്ങനെ സിറിഞ്ച് കൊണ്ട് കയറ്റി എങ്ങനെയൊക്കെ കഷ്ടി 100 വർഷം വേണേ നമ്മൾ കിടക്കുമായിരിക്കും. ബർഡ്സോറൊക്കെ വന്നു കഴിയുമ്പോൾ വീട്ടുകാർ തന്നെ പ്രാർത്ഥിക്കും ചത്താ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇവിടെ ആരെവിടെ 100 വയസ്സ് അല്ലെങ്കിൽ 80-90 വയസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ലാലാല പാടി മോഹൻലാലൊക്കെ ഡാൻസ് കളിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ വായിലെ പല്ല് പോകുമ്പം തന്നെ നമുക്ക് ഇറച്ചിയൊന്നും തിന്നാൻ പറ്റിയല്ല. അതോടെ നമുക്ക് തീറ്റയോടുള്ളൊരു ഇഷ്ടം കുറഞ്ഞു. തിന്നു കഴിഞ്ഞാൽ വയറ്റിൽ ഗ്യാസായി, അസിഡിറ്റിയായി, പുളിച്ചു തീട്ടയായി. അപ്പം അവസാനം അതിനോടുള്ള താല്പര്യവും. കണ്ണുകൊണ്ട് നോക്കിക്കഴിയുമ്പോൾ ആനയെ കണ്ടു കഴിഞ്ഞാലും എന്തോ ഒന്ന് ചലിക്കുന്നത് കാണും. ആനയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പൂരത്തിനൊന്നും പോകുന്നൊരു സന്തോഷമില്ല. കാഴ്ചയുടെ ആനന്ദം പോയി അല്ലേ? പാട്ടൊക്കെ കേൾക്കുമ്പം തലവേദനയായി, ചെവിക്ക് കേൾവിക്കുറവ്. നല്ല രസകരമായ കാര്യമാണ് പറയുന്നത്, നല്ല കോമഡിയാണ്. പക്ഷെ ചെവിയിൽ അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോ വാതിലും അടച്ചടച്ചടച്ച് ദൈവം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, എനിക്കൊന്ന് മരിച്ചാ മതി ദൈവമേ. പ്രൈസ് ദി ലോർഡ്. അതിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവല്ലേ, ഭാര്യ, നമ്മുടെ മക്കൾ ഒക്കെ തിരിഞ്ഞു നോക്കാതെ ആവുമ്പോൾ നമ്മൾ പറയും ചത്താ മതി എനിക്ക്. ഇല്ലേ ഇല്ലേ ഇല്ലേ? ഓർമ്മയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിവിടെ അല്ല, നമ്മൾ ഈ നാട്ടുകാരെ അല്ല. അത് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സന്തോഷമായി. ഭർത്താവ് മുഖം മുറിപ്പിച്ചാലും ഭാര്യ മുഖം മുറിപ്പിച്ചാലും മരുമകൾ നോക്കിയില്ലെങ്കിലും മകൾ വന്നില്ലെങ്കിലും മകൻ കാശ് അയച്ചില്ലെങ്കിലും ഹാപ്പി. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ഹാപ്പി ക്രിസ്മസ്. ഹല്ലേലൂയ.